SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ ഉദ്ഘാടനം ചെയ്തു. സോമൻ അവരെ ഉദ്ഘാടനം ചെയ്യുന്നതിനും ഏറെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നല്ല രീതിയിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചോരോ കൊല്ലവും മുന്നേറില്ല. ഈ സ്ഥാപനം മാത്രമല്ല, ഇതിനോടനുബന്ധിച്ചുള്ള മറ്റേ കോളേജുകളും പല കാര്യങ്ങളും ഇതെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭാരവാഹികളും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, നിങ്ങളോട് എനിക്ക് നന്ദിയും സ്നേഹവും ബഹുമാനവും തോന്നുന്നുണ്ട്. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ മുഖ്യാതിഥിയായിരുന്നു. ഇത് ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ച മറവൂർ SNDP യൂണിയനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചു. ഗുരുവാണ് അവസാന വാക്ക്, എല്ലാത്തിൻ്റെയും അവസാന വാക്ക് ഗുരുദേവനാണ്. നമ്മുടെ വഴികാട്ടിയാണ് ഗുരുദേവൻ, നമ്മുടെ മുന്നിലുള്ള പ്രകാശ ഗോപുരമാണ് ഗുരുദേവൻ. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ നമുക്കുള്ള ഉത്തേജനമാണ്, നമുക്കുള്ള ആത്മവിശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ, ലോകത്തെ എല്ലായിടത്തും ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നിരുന്നത് പോലെ തന്നെ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന, ആളുകളെ ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഇപ്പോഴല്ലാതെ എപ്പോഴാണ് ഗുരുദർശനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക? മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക, മനുഷ്യരെ ശത്രുക്കളാക്കാൻ പഠിപ്പിക്കുക. ദൈവത്തിന്റെ സൃഷ്ടികളാണ് മനുഷ്യർ. അവരെ തമ്മിൽ അവർ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പഠിപ്പിക്കുകയാണ്. വിദ്വേഷത്തിന്റെ പ്രചരണം നടക്കുന്ന കാലത്ത് അവരെ ഒന്നിപ്പിക്കാൻ ആർക്കാണ് കഴിയുക? ഗുരുവിനാണ് കഴിയുക, ഗുരുവിന്റെ ദർശനത്തിനാണ് കഴിയുക, ഗുരുവിന്റെ സന്ദേശത്തിനാണ് കഴിയുക. ഹൈബി ഈഡൻ MP പ്രസംഗിച്ചു. മുന്നേറ്റത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ നമ്മൾ അവകാശപ്പെടുന്ന കേരള മോഡൽ സൃഷ്ടിക്കുന്നതിൽ ഗുരുദേവൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന പല ചിന്താധാരകൾക്കുമെതിരെ വളരെ കൃത്യമായ നിലപാട് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഗുരുദേവന്റെ ചിന്തകൾ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു മിഷണറിക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാണ്. യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് മുഖ്യപ്രഭാഷകനായിരുന്നു. സാമൂഹ്യ വിപ്ലവകാരിയുമായുള്ള ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ഗുരുവിന്റെ പ്രവർത്തന മണ്ഡലത്തിലെ ആകെ തുകയുടെ 1% പോലും വരികയില്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മളിലിപ്പോൾ ഉള്ളത്. കാരണം കുട്ടികൾ എവിടത്തേക്ക് പോകുമ്പോഴും നമ്മുടെ സാംസ്കാരിക നായകന്മാരായിക്കൊള്ളട്ടെ, മറ്റാരും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതാണോ ഗുരു എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ കൂടിച്ചേർന്നിരിക്കുന്നതും ഈ എൻ്റെ മുന്നിലുള്ള ഈ ഗുരുവിൻ്റെ മുന്നിൽ നമ്മൾ പൂജ നടത്തുന്നതും ഒക്കെ ഗുരു നമുക്ക് നൽകിയ ഈശ്വര ചിന്തയെക്കുറിച്ച് ഗുരു നമുക്ക് നൽകിയ സന്ദേശമുണ്ട്. ആ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരും സംസാരിക്കാൻ മെനക്കെടാറില്ല. ആ ഗുരുവിനെ എന്നും സാമൂഹ്യ വിപ്ലവകാരിയായി മാത്രം അവതരിപ്പിക്കും. ഈ ലോകത്തിലെ എവിടെയും ഒരിടത്തും ഒരു സാമൂഹ്യ വിപ്ലവകാരിയുടെയും പ്രതിമ അല്ലെങ്കിൽ അവരുടെ വിഗ്രഹം ജീവനോടെ ഇരിക്കവേ പ്രതിഷ്ഠ നടത്തിയതായിട്ട് ലോകത്തിലുള്ള ഒരു സാമൂഹ്യ വിപ്ലവകാരിയുടെയും പ്രതിമയില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് വിപ്ലവകാരികൾ നാട്ടിലുണ്ട്. നമുക്കൊക്കെ അറിയാം വിപ്ലവകാരികളുടെ പേരോട് കൂടിയ നഗരം.
യോഗം ഡയറക്ടർ MP ബിനു ആമുഖ പ്രസംഗം നടത്തി. പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AS അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ്, നഗരസഭ വൈസ് പ്രസിഡന്റ് MJ രാജു, പ്രഭാഷണം ചെയ്ത ബിജു പുളിക്കരടുത്ത്, യോഗം കൗൺസിലർ ഷീബ ടീച്ചർ, യോഗം ഡയറക്ടർ ബോർഡ് അംഗം PS ജയരാജ്, ഭാരവാഹികളായ KB സുഭാഷ്, VN നാഗേഷ്, TM ദിലീപ്, VP ഷാജി, TP രാജേഷ്, അനീഷ് തുരുത്തിപ്പുറം, TP തമ്പി, ബൈജു മടപ്ലാതിരുത്ത്, സുധി വള്ളുവള്ളി, അരുൺ കരിമ്പാടം, AN ഗോപാലകൃഷ്ണൻ, പ്രവീൺ കുഞ്ഞിത്തൈ എന്നിവർ സംസാരിച്ചു. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതവും വനിതാ സംഘം സെക്രട്ടറി ബിന്ദു ബോസ് നന്ദിയും പറഞ്ഞു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.